ആർക്ക്? സ്പെയിനായിരിക്കുമോ അതോ അർജന്റീനയ്ക്കായിരിക്കും? രണ്ടുപേർക്കും ഒന്നും ഉറക്കമില്ലാത്ത രാത്രിയാണ്. ഉറക്കമില്ലാത്ത രാത്രിയായിരിക്കും. എന്നാലും കപ്പ് എടുക്കുവാണെങ്കിലേ അത് ഞങ്ങള് സ്പെയിൻ യമീനും പിള്ളേരും എടുക്കും. നിതീഷേട്ടാ, ഞാൻ ഇപ്പൊ നിലവിലൊന്നും പറയുന്നില്ല. കാര്യം എന്താ അറിയോ, അതായത് അശ്വതിയുടെ ആവേശവും അതിനെ കൗണ്ടർ ചെയ്തുള്ള അനൂപന്റെ ആവേശം, അതിനിടയിൽ ഞാൻ മൂന്നാമതൊരു സ്പെയിന്റെ ജേഴ്സി ഇട്ടിട്ട് ഈ നിലപാട് സ്വീകരിക്കും. പക്ഷേ അശ്വതി പറഞ്ഞ ചിലപ്പോ തിരിച്ചറിയാൻ സംഭവിക്കുന്നുണ്ട്. എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. അതായത് അശ്വതി പിന്തുണയ്ക്കുന്നവരെല്ലാം തിരിച്ചടിക്കാറുണ്ട്. ആത്മവിശ്വാസത്തിൽ ഞാൻ പറയുന്നു സ്പെയിൻ കപ്പ് അത് സ്പെയിൻ ആയിരിക്കും. എന്തായാലും കേരളത്തിൽ വലിയ ആവേശമാണ്, ലോകത്തെമ്പാടുമുള്ളവർക്ക് വലിയ ആവേശമാണ്. അപ്പോ നമുക്ക് ആദ്യം തന്നെ കോഴിക്കോട്ടേക്ക് പോയാലോ? തീർച്ചയായും അവിടെ അനഘയുണ്ട്. അനഘ നേരത്തെ നമ്മള് 7 മണിക്ക് കയറിയപ്പോഴേ ആവേശ കടലിൽ നടുക്കായിരുന്നു. ആ ആവേശം എത്രത്തോളം ഉയർന്നിട്ടുണ്ടെന്നൊന്ന് കണ്ടുവരാം. തീർച്ചയായും അനഘ ഹർഷൻ, കോഴിക്കോടൻ മണ്ണ് ഫുട്ബോൾ ലഹരിയിൽ ആറാടി കഴിഞ്ഞിരിക്കുന്നത്. ബാക്ക് സ്ക്രീൻ, നമ്മുടെ ബാക്ക് സ്ക്രീനിൽ അനഘ ഹർഷൻ എത്തിയിരിക്കുന്നു. അനഘ, എന്താണ് ആവേശം? ആരാണ് കപ്പടിക്കുക? അവസാന നിമിഷമാണ്, അവസാന മണിക്കൂറുകളാണ്. എന്ത് സംഭവിക്കാം? അശ്വതി, നമ്മളിപ്പോൾ പുതിയ പാലത്താണ് ഉള്ളത്. ഇവിടെ ബിഗ് സ്ക്രീനിലാണ് ഈ ഫുട്ബോൾ മത്സരം കാണിക്കുന്നത്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഇവിടെ ഫുട്ബോൾ മത്സരങ്ങൾ കാണിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ഇപ്പോൾ ഒരു ജനസാഗരമായി മാറുന്ന കാഴ്ചയാണ്. നമ്മൾ നേരത്തെ നിന്ന ആ ഹോളിനകത്തേക്ക് കയറാൻ പോലും കഴിയാത്ത രീതിയിൽ ഒരു ജനം ഇവിടെ ഉണ്ട്. ഈ റോഡിനരികിൽ ഇത്തരത്തിൽ കെട്ടിക്കൊണ്ട് ഈ ഫുട്ബോളിൽ ആരാധകർ ഇങ്ങനെ റോഡിന് ഇരുവശത്തും നിൽക്കുന്ന കാഴ്ച കാണാൻ സാധിക്കും. ഇവിടെ ഇങ്ങനെ ഒരു വലിയ കോഴിക്കോട് മുഴുവനായും ഈ പുതിയാപ്പയിലേക്ക് ഒഴുകി എത്തുന്ന കാഴ്ച കൂടിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് എന്തായാലും അർജന്റീനൻ ആരാധകരാണ് ഇവിടെ കൂടുതലുള്ളത് എന്നുള്ളതാണ്. എന്തായാലും സ്പെയിനും ഉണ്ട്. ആര് കപ്പ് തൂക്കും? അർജന്റീന പിന്നെ ചോദിക്കാണ്ടോ? മെസ്സി എത്ര ഗോൾ അടിക്കും? മെസ്സി 3 അടിക്കണം എന്നാണ്, എംബാപ്പേനെ കണ്ട് മുകളിൽ കയറണം എന്നാണ്. പക്ഷെ അറിയില്ല, കാണാൻ നടക്കില്ല. ഈ ആത്മവിശ്വാസത്തിന്റെ കാരണം കഴിഞ്ഞ കളിയിലൊക്കെ കുറച്ചൊന്ന് ബദറി. പക്ഷെ ലാസ്റ്റത്തെ 10 മിനിറ്റ് ഞങ്ങൾക്ക് ഇപ്പോഴും പ്രതീക്ഷയുണ്ട്. ഇപ്പോഴും പ്രതീക്ഷയുണ്ട്. ഏതാ ടീം? അർജന്റീന. വലിയ പ്രതീക്ഷയില്ല. ഏതാ ടീം? പോർച്ചുഗൽ. ഇപ്പൊ സ്പെയിൻ മാറി ജയിക്കും. സ്പെയിൻ ജയിക്കും. അർജന്റീന ജയിക്കും. ഏതെങ്കിലും ഒരെണ്ണം ജയിക്കാൻ മതി. അങ്ങനെയാണ്, ഏതെങ്കിലും ഒരു ടീം ജയിക്കും. ഇപ്പൊ സപ്പോർട്ട് സ്പെയിൻ ആണ്. മെസ്സി ഗോൾ അടിക്കും. ആത്മവിശ്വാസത്തിന്റെ കാരണം മെസ്സി പതറിയും തോന്നിയോ? ഇല്ല, നമ്മളെ ടാക്ടിക്സ് അങ്ങനെയാണ്. ലാസ്റ്റ് ഒരു കംബാക്ക് അടിക്കുക, അതാണ് നമ്മളെ. അതെല്ലാം വെറും തോന്നല. പതറി ഫുള്ള് പതറിയിട്ടാണ്. കപ്പ് കൊണ്ടുവന്നാണോ? കപ്പ് ഉറപ്പായിട്ടും വെക്കും. അനഘ ഗോള് വഴങ്ങാത്ത സ്പെയിനിന് മുമ്പിൽ മെസ്സി 3 ഗോൾ അടിക്കുമെന്നാണ് പറയുന്നത്. യമാലുണ്ട്, നല്ല ടീമാണ്. യമാലുണ്ട്, നല്ലോണം കളിക്കുന്ന നല്ല ടീമാണ്. ഒരു ഗോൾ വഴങ്ങാത്ത സ്പെയിനിന് മുമ്പിൽ മെസ്സി 3 ഗോൾ അടിക്കുമെന്നാണ് പറയുന്നത്. നടക്കും. ഞാൻ സ്പെയിന്. അശ്വതി, നമ്മളെ ഇവിടെയാണ് ഇപ്പൊ കുറച്ച് സ്പെയിൻ ആരാധകരെ കാണുന്നത്. അർജന്റീന പൊട്ടുന്നാണോ പറയുന്നത്? പൊട്ടും. പുതിയ പ്ലേയേഴ്സ് സ്പെയിനിൽ ഫുള്ള് യുവതാരങ്ങളാ സ്പെയിനില്. സ്പെയിൻ ജയിക്കും. അതെ, സ്പെയിനും അർജന്റീന ഒരു ടൈറ്റ് മത്സരം, ഒരു നെറ്റ് ഇതായിരിക്കുമോ? ഫൈനൽ അല്ലേ, ടൈറ്റ് മത്സരമായിരിക്കും. ജയിക്കും, സ്പെയിൻ ജയിക്കും. ആര് ജയിക്കും? സ്പെയിനാ ജയിക്കുള്ളൂ. അശ്വതി, ഇവിടെ കുറച്ച് സ്പെയിൻ ആരാധകരുണ്ട്, അർജന്റീന ആരാധകരുണ്ട്. ഇവരൊക്കെ ഒരുമിച്ചിരുന്നു കൊണ്ടാണ് ഈ ഫുട്ബോൾ ആവേശം കളി കാണുന്നത്. ഇവിടെ കുറച്ച് ആര് ജയിക്കും? അർജന്റീന കൺഫേം ആയിട്ട് അർജന്റീന ജയിക്കും. അർജന്റീന. മെസ്സി എത്ര ഗോൾ? 3. കളി തീരുന്നവരെ മുമ്പ് കളിയൊക്കെ കാണാൻ വന്നിരുന്നു. ഗംഭീരാവേശമാണ്, അതിലൊരു മാറ്റവുമില്ല. കോഴിക്കോട് മാത്രമല്ല, സംസ്ഥാനത്തുടനീളം ഗംഭീരാവേശം തന്നെയാണ്.